ഭക്തജനങ്ങളെ, കമ്പല്ലൂരമ്മയുടെ തിരുസന്നിധിയിൽ വല്യാർ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ സരസ്വതി മണ്ഡപ സമർപ്പണ വേദിയിലേക്ക് മലയാളത്തിന്റെ വാനമ്പാടി പത്മഭൂഷൺ ഡോക്ടർ കെ.എസ്. ചിത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ സരസ്വതി മണ്ഡപ സമർപ്പണം ഈ ധന്യമായ വേദിയിൽ നടക്കും. എല്ലാ ഭക്തമാനസങ്ങളെയും ആദരവോടെ ഈ സമർപ്പണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. സരസ്വതി മണ്ഡപ സമർപ്പണം നിർവഹിക്കാൻ വളരെ ആദരവോടെ മലയാളത്തിന്റെ വാനമ്പാടി പ്രശസ്ത ഗായിക പത്മഭൂഷൺ ഡോക്ടർ കെ.എസ്. ചിത്ര അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. വല്യാർ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ സരസ്വതി മണ്ഡപ സമർപ്പണം പത്മഭൂഷൺ ഡോക്ടർ കെ.എസ്. ചിത്ര അവர்கள் നിർവഹിച്ചു വരുന്നു. ശ്രീ കമ്പല്ലൂർ അമ്മയെ ശരണം. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ കമ്പല്ലൂർ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ഈ ഒരു നവരാത്രിയുടെ വേളയിൽ തന്നെ വരാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. 11 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ നടക്കുന്ന ഈ ഒരു സന്നിധിയിൽ ഒരു സരസ്വതി മണ്ഡപം തീർച്ചയായിട്ടും വളരെ വേണ്ട ഒരു കാര്യം തന്നെയാണ്. വല്യാറ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ ഈ സരസ്വതി മണ്ഡപം ഏറെ സന്തോഷത്തോടെയും ഒരുപാട് പ്രാർത്ഥനയോടെയും ഞാൻ ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു, പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുന്നു. ഈ സരസ്വതി മണ്ഡപത്തിൽ അരങ്ങേറ്റം കുറിച്ച് ഒരുപാട് നല്ല കലാകാരന്മാർ ഇവിടെ നിന്നും വളർന്നു വരാൻ ഉള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ ഞാനിതിൻ്റെ ഭാരവാഹിയോട് എല്ലാവരോടും സന്തോഷ് ചൈതന്യയോടും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ദേവിയുടെ പരിപൂർണ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം എൻ്റെ ഒന്നൊരു പ്രസംഗമൊന്നും അല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നറിയാം. അപ്പോൾ ഞാനൊരു ഭക്തിഗാനം അമ്മയുടെ പേരിലൊരു ഭക്തിഗാനം എല്ലാവർക്കും വേണ്ടി പാടാം. അമ്മമാർക്കെല്ലാം ഒരമ്മ, കമ്പല്ലൂർ വാഴുന്നോരമ്മ. അമ്മമാർക്കെല്ലാം ഒരമ്മ, കമ്പല്ലൂർ വാഴുന്നോരമ്മ. കലകൾക്കും അമ്മ, ശിലകൾക്കും അമ്മ, കാടിനും നാടിനും അമ്മ. നമ്മൾ കണ്ട ദൈവമാണമ്മ, കണ്ട ദൈവമാണമ്മ. അമ്മമാർക്കെല്ലാം ഒരമ്മ, കമ്പല്ലൂർ വാഴുന്നോരമ്മ. കലകൾക്കും അമ്മ, ശിലകൾക്കും അമ്മ, കാടിനും നാടിനും അമ്മ. നമ്മൾ കണ്ട ദൈവമാണമ്മ,